നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ? നരേന്ദ്രമോദി സർക്കാരിന് കൂടുതൽ ആഘാതമാകുകയാണോ? പ്രവാസി മലയാളികൾക്കിടയിൽ കടുത്ത ആശങ്കയും ഭീതിയും അവർ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും ഇതിനു മുമ്പൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ ഇന്ത്യ എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന കുറെ ആളുകളുടെ രാജ്യമല്ലേ എന്ന ചോദ്യം വരെ പ്രതിപക്ഷം ആളിക്കത്തിച്ച് ഇപ്പോൾ പ്രവാസി ലോകത്ത് തന്നെ വലിയ അത്ഭുതങ്ങളുടെ മാറ്റങ്ങളുടെ ഒക്കെ ഒരു സ്ഫുരണം കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതാ ബഹ്റൈൻ പാർലമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഒരു താക്കീത് എന്ന രീതിയിലേക്ക് വന്നിരിക്കുമ്പോൾ അത് ഇന്ത്യക്ക് ഒട്ടും ശുഭകരമല്ലാത്ത ഒരു വാർത്ത തന്നെയാണ്. രാജ്യമെമ്പാടും പ്രതിഷേധ ജ്വാല കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു രീതിയിലേക്ക് പ്രതിപക്ഷം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ പോലും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റേ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ദളിതർക്ക് അഭയം കൊടുക്കുന്നത് വലിയ തെറ്റാണോ എന്നാണ്. എന്നാൽ മുസ്ലിം വിഭാഗക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പുതിയ പദ്ധതികൾ നിഷ്കർഷിക്കാനാണ് അമിത്ഷാ തിടുക്കം കൂട്ടുന്നത് എന്നാണ് മുസ്ലിം വിഭാഗത്തിലെ നേതാക്കളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗക്കാരും പറയുന്നത്. ഒപ്പം കോൺഗ്രസ് ഈ കാര്യത്തിൽ കൂടുതൽ ശക്തമായുള്ള നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധ ജ്വാലയും തീർക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പ്രതിഷേധിക്കാനും അനുകൂലിക്കാനും ശ്രമിക്കുന്ന രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകൾ, അവിടുത്തെ പ്രക്ഷോഭകാരികൾ, ഒട്ടനവധി രാജ്യങ്ങൾ പൗരത്വ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പൗരത്വ ഭേദഗതിയിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ രണ്ടാഴ്ചക്കിടയിൽ രംഗത്ത് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഫിൻലാൻഡിൽ വരെ പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. കാനഡയിലും പ്രതിഷേധമുണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടനവധി രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നടങ്കം ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ വരുമ്പോൾ ബഹ്റൈൻ പാർലമെന്റ് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ പദ്ധതികൾ, പ്രത്യേകിച്ചും ന്യൂനപക്ഷക്കാരോട് ഇന്ത്യ കാണിക്കുന്നത് കടുത്ത വിവേചനമല്ലേ എന്ന ചോദ്യം പരോക്ഷമാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ കൃത്യമായ നടപടി കൈക്കൊള്ളുന്നതിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കാനുള്ള നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് ഇന്ത്യക്കൊട്ടും ശുഭകരമായ ഒരു വാർത്തയല്ല. നേരത്തെ കുവൈത്ത് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ ആഹ്ലാദിച്ച ആളുകൾ, പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിനും നരേന്ദ്രമോദി എന്ന ഒട്ടനവധി രാജ്യങ്ങൾ, സൗദി ഉൾപ്പെടെയുള്ള രാജ്യം പ്രഥമ പൗര പരിഗണന കൊടുത്തുകൊണ്ട് ഒട്ടനവധി ബഹുമതികൾ കൊടുത്ത രാജ്യങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ഓർഗനൈസേഷൻ ഇസ്ലാമിക് കൺട്രീസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരെ ഒരു പടതട്ടിക്കാൻ പാകിസ്ഥാനും മലേഷ്യയും ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രവാസി ലോകത്ത് പുതിയ രീതിയിലുള്ള വിവേചനം ഉണ്ടാകുമോ സാധനങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. പ്രവാസി ലോകത്ത് ഇത് ഒട്ടും സുഖകരമായിട്ടുള്ള വാർത്ത തന്നെയല്ല. മൂന്ന് രാജ്യങ്ങൾ, ആ മൂന്ന് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും കൊടിയ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിലേക്ക് സുസ്വാഗതം എന്ന ഒരു കൃത്യമായ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ, അത് നിയമമായി മാറുമ്പോൾ ഇത് പ്രവാസി ലോകത്ത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് ലോക ജനതയെ ഇത് ഒരു ജനകീയ പ്രശ്നമായി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഇത് ഇന്ത്യ കിടക്കുന്ന ഒരു വിഷയമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി. കൂടുതൽ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.